നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടങ്ങോട് തെരുവുനായയുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പഞ്ചായത്ത് തെരുവുനായ ശല്യം ഒഴിവാക്കുവാൻ കടങ്ങോട് പഞ്ചായത്ത് ഷെൽട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നു. അധികൃതരുടെ അനാസ്ഥ. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അരിയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്ക് അപകട ഭീഷണിയിൽ. 12ാം വാർഡിൽ ശ്രീകൃഷ്ണ കോളേജ് റോഡിൽ ഹരികന്യക അംഗൻവാടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം അപകടാവസ്ഥയിലായിരിക്കും. വാർത്തകൾ വിശദമായി. കടങ്ങോട് തെരുവുനായകളുടെ ആക്രമണം അതിരൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. കടങ്ങോട് മനപ്പടി, തെക്കുമുറി, മില്ല് പ്രദേശങ്ങളിലുള്ളവർക്കാണ് കടിയേറ്റത്. 2 മാസം മുമ്പ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പുരോഗിയായ 80-കാരിയെ പേവിഷബാധയുള്ള നായ വീടിന്റെ അകത്തുകയറി കടിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഇവരുടെ കിടപ്പുരോഗിയായ മകനും ഗുരുതരമായി കടിയേറ്റു. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ഷട്ടർ ഒരുക്കുമെന്നും നായ്ക്കളെ വന്ധീകരിക്കുന്ന നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും മൃഗസംരക്ഷണ വകുപ്പും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും ഇതിനാവശ്യമായ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടെ സംഘർഷാവസ്ഥയുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഷറഫു പന്നിത്തടം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മണ്ഡലം സെക്രട്ടറിമാരായ ഇബ്രാഹിം, സുനിത്ത് മണ്ടമ്പറമ്പ് എന്നിവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രതിപക്ഷ നേതാവ് വിഷയകുമാർ, PU പ്രകാശൻ, VY മുഹമ്മദ് അലി, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. UDF മെമ്പർമാരായ സൈബുനിസ ഷറഫു, കുമാരി മുരളി, ആമിന സുലൈമാൻ, ബാഹ്യാദ്രി, അശോകൻ, തോമസ് എന്നിവർ പങ്കെടുത്തു. തെരുവുനായ ശല്യം പരിഹരിക്കുവാൻ കടങ്ങോട് പഞ്ചായത്ത് ഷെൽട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. തെരുവുനായകളെ പിടികൂടി വന്ധീകരണം നടത്തി ഷെൽട്ടറിലാക്കുവാനായി ഈ ഭരണസമിതി 20 ലക്ഷം രൂപയുടെ പദ്ധതി നൽകിയിട്ടുണ്ട്. ഷെൽട്ടർ നിർമ്മിക്കുവാൻ വനത്തിനോട് ചേർന്ന് വിജനമായ പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയിൽ സ്ഥലം കണ്ടെത്തിയിട്ടുമുണ്ട്. കെട്ടിടം നിർമ്മിച്ച് 2 കെയർടേക്കർമാരെ നിയമിക്കും. പല വകുപ്പുകളുടെ സഹായവും ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ പുതിയ മന്ത്രിസഭ നിലവിൽ വരാത്തതിനാൽ ഒരു വകുപ്പിലും ഒരു കാര്യവും നടക്കാത്ത സ്ഥിതിയാണ്. ഭരണസ്തംഭനം മൂലം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതെല്ലാം മറച്ചുവെച്ച് കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടത്തുന്നത്. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായയുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സമഗ്രമായ പദ്ധതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ളത്. തെരുവുനായകളെ വന്ധീകരിക്കുന്നതിന് വേണ്ടി പണം മാറ്റിവെച്ചതിന് പുറമെ തെരുവുനായ ഷെൽട്ടർ കടങ്ങോട് മേഖലയിൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് 20 ലക്ഷം രൂപയ്ക്ക് തെരുവുനായ ഷെൽട്ടർ നിർമ്മിച്ച് പഞ്ചായത്തിലെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവുനായകളെ പിടിച്ച് വന്ധീകരണം നടത്തി ഷെൽട്ടർ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായൊരു പദ്ധതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് എടുത്തത്. കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ
ഇത്തരം ഫയലുകൾ ചെന്ന് കഴിഞ്ഞാൽ അത് അതിന് കൃത്യമായ ഉത്തരം തരുന്നതിനും അതിൻ്റെ മുകളിൽ തീരുമാനം തരുന്നതിനുമുള്ള ഒരു കുറവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആണ് ഈ പദ്ധതി തുടക്കം കുറിക്കാൻ കഴിയാത്തത്. UDF ഇതിനൊക്കെ മറച്ചു വെച്ച് മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഇവരിങ്ങനെ ഒരു രാഷ്ട്രീയ ആഭാസ സമരം നടത്തുന്നത്. ഈ പ്രശ്നം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സമഗ്രമായ മാതൃകാപരമായ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത്. പദ്ധതി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കേരളത്തിലൊരു സർക്കാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആഭാസകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രായരിതമായ സമരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കാനുള്ളത്. എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് സമീപം മരണവീട്ടിലെത്തിയവർ തമ്മിൽ തർക്കം, ഒരാൾക്ക് വെട്ടേറ്റു. വെളിയങ്കോട് വടക്കേപ്പുറത്ത് 38 വയസ്സുള്ള മുസ്തഫയ്ക്കാണ് പരിക്ക്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. പാലപ്പെട്ടി സ്വദേശിയാണ് ഇയാളെ ആക്രമിച്ചതെന്ന് പറയുന്നു. പരിക്കേറ്റ മുസ്തഫയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നത്. വേലൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ തയ്യൂർ പള്ളിക്ക് സമീപം മഠപ്പറമ്പിനോട് ചേർന്നുള്ള 1.5 ഏക്കറോളം വരുന്ന തണ്ണീർത്തടമാണ് മണ്ണിട്ട് നികത്തുന്നത്. മഴക്കാലത്ത് മുണ്ടത്തിക്കോട്, കോടശ്ശേരി, കാങ്കാട് കുന്നുകളിൽ നിന്നും വലിയ തോതിൽ ഒഴുകിവരുന്ന വെള്ളം ഈ നീർത്തടത്തിലാണ് കെട്ടിക്കിടക്കാറുള്ളത്. അതിവർഷമുണ്ടായാൽ പ്രദേശത്ത് അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടാറ്. പ്രദേശത്ത് 25 വീടുകളുണ്ട്. കഴിഞ്ഞ പ്രളയങ്ങളിലും കാലവർഷം ശക്തമായ കഴിഞ്ഞ 3 വർഷങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ഈ നമ്മൾ നിൽക്കുന്ന 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരു അനുമതിയുമില്ലാതെ കഴിഞ്ഞ ദിവസം മണ്ണടിച്ച് നിൽക്കുന്നത് ചിന്തയുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നലെ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മഴ പെയ്യുമ്പോൾ സ്കൂളിലെ ക്യാമ്പുകളിലേക്കും പള്ളിയിലെ ക്യാമ്പുകളിലേക്ക് മാറുന്ന ഒരു വിശേഷമാണുള്ളത്. ഈ കുന്നും പ്രദേശത്ത് നിന്ന് വരുന്ന മഴവെള്ളം പ്രോപ്പറായിട്ട് പോകാനുള്ളൊരു തോട് പഴയ കാലത്തുണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിൽ പരാതി കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ ഒത്താശയോട് കൂടി നടത്തുന്ന ഈ പരിപാടിക്ക് ഇവിടുത്തെ ജനങ്ങൾ എതിരാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള വീട് ആദ്യം ഇവിടെ പോയിരുന്നത് ഒരു 15ഓളം വീട് മാത്രമേ സ്കൂളിലേക്ക് പോയി. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന 30 വീടോളം സ്കൂളിലേക്ക് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യം ഇതിൽ ഇട്ടിട്ടുള്ള മണ്ണ് കോരി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വൻതോതിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും വില്ലേജ് അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പൊതുപ്രവർത്തകർ ആരോപിച്ചു. പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്ന പ്രവൃത്തിക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ ബിന്ദു നന്ദൻ, പൊതുപ്രവർത്തകരും പ്രദേശവാസികളുമായ ER രാഹുൽ, KV ഗിരീഷ്, ധനിൽകുമാർ, ഫ്രാൻസിസ്, ആൽഫ്രഡ് തോമസ്, അഖിൽ ബിജു, രതീഷ്, ലോനപ്പൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 15 തന്നെ പ്രഖ്യാപിക്കും. ചീഫ് സെക്രട്ടറിയുടെ അനുമതി വാങ്ങി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും പ്രഖ്യാപനം നടത്തുക. ഇന്നലെ നടന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം QIP യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. 15-ാം തീയതി തന്നെ ഫലപ്രഖ്യാപനം നടത്തണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സമാന അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് നടക്കുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം അംഗീകരിക്കും. പ്രഖ്യാപനം വൈകിയാൽ പ്രവേശനമടക്കം തുടർ നടപടികളെ ബാധിക്കുമെന്ന് സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. പുറക്കുളം പഞ്ചായത്ത് നടത്തുന്ന പരിപാടികളിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങളെ ഒഴിവാക്കിയെന്ന് ആരോപിച്ച് പ്രതിഷേധം. പഞ്ചായത്തിന്റെ 2026-2027 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നടത്തുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ അംഗങ്ങളെ ക്ഷണിച്ചില്ലെന്നാണ് ആരോപണം. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറന്നുപോയി എന്നാണ് പ്രസിഡന്റ് നൽകിയ മറുപടിയെന്നും പറയുന്നു. പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരവും ഏകപക്ഷീയവുമായിട്ടാണ് പല പരിപാടികളും സംഘടിപ്പിക്കുന്നത് എന്നും പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കുടിവെള്ള വിതരണം അടക്കം പല പദ്ധതികളും സമയബന്ധിതമായി നടത്താത്തതിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ സിന്ധു ബാലൻ അറിയിച്ചു. അധികൃതരുടെ അനാസ്ഥ. കണ്ടാൻശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അരിയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്ക് അപകട ഭീഷണിയിൽ. 12-ാം വാർഡിൽ ശ്രീകൃഷ്ണ കോളേജ് റോഡിൽ ഹരികന്യക അംഗൻവാടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം അപകടാവസ്ഥയിലായിരിക്കുന്നത്.
2009 പ്രവർത്തനം ആരംഭിച്ച പാർക്കിൽ കുട്ടികൾക്ക് വിനോദത്തിനായി സ്ഥാപിച്ച ഉപകരണങ്ങൾ തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. കൂടാതെ ചുറ്റുമതിൽ പലയിടത്തും തകർന്ന നിലയിലുമാണ്. ചുറ്റുമതിൽ തകർന്ന ഭാഗങ്ങളിൽ രൂപപ്പെട്ട പൊത്തുകളിൽ പാമ്പുകൾക്ക് യഥേഷ്ടം കയറിയിരിക്കാവുന്ന സാഹചര്യമാണ്. മുൻപ് ഇവിടെ കളികൾക്കും വിനോദങ്ങൾക്കുമായി എത്തിയിരുന്ന കുട്ടികൾ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണ്. സുരക്ഷിതമില്ലാത്തതാണ് കുട്ടികളെ പാർക്കിൽ നിന്നും അകറ്റി നിർത്തുന്നതിനുള്ള പ്രധാന കാരണം. പാർക്കിന്റെ കോമ്പൗണ്ട് ചപ്പുചവറുകൾ മൂടിക്കിടക്കുന്നതും കുട്ടികളുടെ ഈ ഭാഗത്തേക്കുള്ള വരവിന് തടസ്സമാകുന്നുണ്ട്. വേനലവധിക്കാലത്ത് കുട്ടികൾക്കായി വിവിധ ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ തയ്യാറാകുന്നില്ല. ഏത് നിമിഷവും നിലംപതിക്കാറായ മതിലും വാതിലുകൾ ഇല്ലാത്ത വൃത്തിഹീനമായി കിടക്കുന്ന ശുചിമുറികളുമാണ് പാർക്കിലുള്ളത്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള ഏക പാർക്കാണ് ഇതെന്നുള്ളതാണ് ഏറെ കൗതുകകരം. ഇതിനു മുൻപുണ്ടായിരുന്ന ഭരണസമിതികളും പാർക്കിന്റെ ഇന്നത്തെ ശോചനീയാവസ്ഥയ്ക്ക് കാരണക്കാരാണ്. പാർക്കിന്റെ നവീകരണത്തിനായി കഴിഞ്ഞ കാലയളവിൽ ₹1 പോലും പഞ്ചായത്ത് ചെലവഴിച്ചിട്ടില്ല. പാർക്കിന്റെയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ലൈബ്രറിയുടെയും ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. സ്വർണ്ണവിലയിൽ വൻ വർധന. ഒറ്റയടിക്ക് വർദ്ധിച്ചത് 10,200 രൂപ. ഒരു പവന് 1,23,120 രൂപയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർശന നിയന്ത്രണ ആഹ്വാനത്തിന് പിന്നാലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കൂട്ടിയതാണ് വിലവർധനയ്ക്ക് കാരണം. 15% തീരുവ കൂട്ടിയത്. വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുവാനും രൂപയുടെ മൂല്യം ഉയർത്താനുമായിട്ടാണ് ഇത്. 6% ഇറക്കുമതി തീരുവ 15% സർക്കാർ ഉയർത്തിയത്. 10% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും 5% അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെസ്സും ഉൾപ്പെടെയാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെയുണ്ടായ പ്രതിസന്ധിക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വന്നതും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നതും. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമായിട്ടായ ഇന്ത്യയെ വർദ്ധിച്ചുവരുന്ന ആവശ്യം കുറയ്ക്കാൻ ഈ നടപടി സഹായിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. വ്യാപാര കമ്മി കുറയ്ക്കുവാനും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ രൂപയെ ശക്തിപ്പെടുത്താനും ആണ് ഈ നടപടി. എന്നാൽ 2024 കുറച്ച നികുതി വീണ്ടും വർദ്ധിപ്പിച്ചത് സ്വർണ്ണക്കള്ളക്കടത്ത് വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന വിലയിരുത്തലും ശക്തമാണ്. ചാലിശ്ശേരിയിൽ വീട്ടുകാരെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി പപ്പായ. സാധാരണയായി പപ്പായക്കുള്ളിൽ കറുത്ത വിത്തുകൾ കാണാറുണ്ടെങ്കിലും ഇവിടെ വിത്തുകളെല്ലാം തഴച്ചു വളർന്ന് പച്ചപ്പാർന്ന മുളകളായി മാറിയ നിലയിലാണ്. CSI പള്ളിക്ക് സമീപം ചീരൻ സോമൻ തൃത്തല ആലൂർ GLP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക ശലോമി ദമ്പതികളുടെ വീട്ടിലുണ്ടായ പപ്പായയിലാണ് ഈ വിസ്മയം. സസ്യശാസ്ത്രത്തിൽ ഇതിന് വിവിപ്പാരി എന്നാണ് വിളിക്കുക. സാധാരണയായി വിത്തുകൾ പഴത്തിൽ നിന്ന് പുറത്തെടുത്ത് മണ്ണിൽ പാകിയാണ് മുളയ്ക്കാറുള്ളത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പഴത്തിനുള്ളിലെ ഈർപ്പവും താപനിലയും അനുകൂലമാകുമ്പോൾ വിത്തുകൾ പുറത്തെത്തുന്നതിന് മുൻപ് തന്നെ മുളയ്ക്കാൻ തുടങ്ങും. പപ്പായയിലും തക്കാളിയിലും ഇത്തരം പ്രതിഭാസങ്ങൾ അപൂർവമായി സംഭവിക്കാറുണ്ട്. പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയുടെ ഭാഗമായി 1200 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് നോട്ട്ബുക്കുകൾ അടങ്ങിയ കിറ്റുകൾ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കാണ് സ്കൂൾ ബാഗും നോട്ടുബുക്കും അടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്യുന്നത്. വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകർ വഴി തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂപ്പൺ വഴിയാണ് ബാഗും നോട്ടുപുസ്തകങ്ങളും വിതരണം ചെയ്യുക. കഴിഞ്ഞ 10 വർഷക്കാലമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 7500ഓളം വിദ്യാർത്ഥികൾക്ക് അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി സ്കൂൾ കിറ്റുകൾ ഇതിനകം വിതരണം നടത്തിയിട്ടുണ്ട്. ഈ അധ്യയന വർഷത്തെ സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മിത്രാപോലീത്ത കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എ മൊയ്തീന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചൊവ്വന്നൂർ BRC ബ്ലോക്ക് പ്രോജക്ട് ഓഫീസർ അനീഷ് ലോറൻസ് ചടങ്ങിൽ സംബന്ധിച്ചു. മെയ് 31 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് രാജീവ് ഗാന്ധി സ്മാരക ടൗൺഹാളിൽ വെച്ചാണ് പഠനോപകരണങ്ങളുടെ വിതരണം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ലബീബ് ഹസൻ, ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, CK അപ്പുമോൻ, KV സാംസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് കല്ലമ്പുറത്ത് സ്വീകരണം നൽകി. വിവിധ സംഘടനകൾ ഹാരാർപ്പണം ചെയ്തു. മതവർഗീയവാദത്തോടും ഭീകരവാദത്തോടും വർഗീയവാദത്തോടും സന്ധിയില്ലാത്ത പോരാട്ടം അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും നടത്തിയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് എന്നും കേരളത്തിന്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുവാൻ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ നേതാക്കൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു.
ദുർഗന്ധം മാറി സുഗന്ധം പരന്ന് കുന്നംകുളം നഗരത്തിലെ പുതിയ മുഖച്ഛായ കൈവരുമ്പോൾ അതിനായി സർവ്വ പിന്തുണയും നൽകിയ ഒരാളുണ്ട്. പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും മലായ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ അബൂബക്കർ ഹാജിയാണ് നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് പട്ടണ ഹൃദയത്തിന് ഹരിതമുഖം നൽകുവാൻ നേതൃത്വപരമായ പങ്കുവഹിച്ചത്. പഴഞ്ഞി കരിക്കാട്ടെ അബൂബക്കർ ഹാജിയുടെ വീട്ടിലെത്തിയാൽ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമ്മെ വരവേൽക്കുക. അലങ്കാര ചെടികളുടെ വലിയ സാമ്രാജ്യം തന്നെയാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്. തനതിനങ്ങളെക്കാളും കൂടുതൽ വിദേശി സസ്യങ്ങളാണ് കാഴ്ചയുടെ വസന്തം തീർക്കുന്നത്. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും ലക്ഷത്തിലും ഒതുങ്ങാത്ത വിലയുള്ളവയാണ് ഇവ. എങ്ങനെ ഇത്തരമൊരു ഹോബിയിലേക്ക് എത്തിയെന്നതും ഇതിന്റെ പരിപാലനവും സംബന്ധിച്ച മലായ അബൂബക്കർ ഹാജി വിശദീകരിക്കുന്നു. വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരുക്കിയത്, എങ്ങനെയാണ് അതിന്റെ പരിപാലനം, വിശദമായ എല്ലാ വിവരങ്ങളും എങ്ങനെയൊക്കെ? ഇതിലിപ്പോ നിങ്ങൾക്ക് കാണാം, ഞാൻ 100-ൽ പരം ചെടികളാണ് കുന്നോളം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ആടേനെ ടവർ ഉണ്ടാക്കാൻ കൊണ്ടുവച്ചത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ അബൂബക്കർ കഴിയും, അതിന്റെ ഒരു രക്തചുരുക്കം ഞങ്ങൾക്ക് തരാമെന്നാണ്. അവിടെ നിങ്ങൾ അതിന്റെ ചെടിനെ പറ്റി കാണുന്നതിൽ ഇതാണ് ഇതിന്റെ വിത്ത്. ഈ ആനക്കൊമ്പുമാരി വരുന്നതാണ് ഇതിന്റെ വിത്ത്. ഇതാണ് ഈ പൂവിൽ നിന്ന് വിരിഞ്ഞിട്ട് വരുന്നതാണ് ഇതിന്റെ വിത്ത്. ഈ വിത്ത് എങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇതില് ഈ സൈസ് ഇപ്പൊ ഞാൻ ഇതിനെ ഉണക്കാട്ടിരിക്കുകയാണ് വെച്ചിട്ട് ഡബ്ബയിലിട്ടിട്ട് ഇതേമാതിരിയുള്ള ഈ ചെടികളുടെ ഞാൻ ഇതിൽ ഉണക്കാൻ പറ്റിയാണ് അതിന്റെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൂപ്പന്താടി മാതിരിയാണ് ഇതിന്റെ ഇത് വരുന്നത്. ഇത് വന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡ് പൊളിച്ചുണ്ടാക്കിയിട്ട് ഇതിന്റെ വിത്തുകളാക്കി. ആ വിത്തുകള് നിങ്ങൾക്ക് മുളപ്പിച്ചേക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരും. ആ വിത്തുകൾ മുളപ്പിച്ച് കാണുന്നുണ്ടെങ്കിൽ വരും. ആ വിത്തുകൾ മുളപ്പിച്ചുണ്ടാക്കിയാണ് ഈ കാണുന്നത്. ഇത് ഞാനൊരു 3 ആഴ്ച മുന്നേ മുളപ്പിച്ചെടുത്തലാണ് കേട്ടോ. ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലുള്ളത് ഇതിനെ സെപ്പറേറ്റ് ആക്കലാണ്. ഈ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി വെച്ചുള്ള ഗ്ലാസ്സുകളാണ് ഈ കാണാൻ കേട്ടോ. ഇതിനെ ഞാൻ ഇത് ട്രയൽ ബേസിൽ വെച്ചാണ് വരണെടുത്തിട്ട് ഇതിന് അതിനാദ്യം മണല് ചാണകപ്പൊടിയും മണ്ണ് ഇതെല്ലാം ഉപയോഗിച്ച് ചാർജിങ്ങിലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതിനെ വേറെ ഇതിലൊരുക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന് ഒരു പ്രത്യേക ഡയറക്ഷൻ ചാണകപ്പൊടി മറ്റേതൊക്കെ പിന്നെ കോക്ക്പീറ്റ് പിന്നെ നാളികേരത്തിന്റെ ഇത് വരുന്നുണ്ട്. അതായത് പിന്നെ മണൽ കൂടി ചേർത്തിട്ടാണ് ഇതിന് സെപ്പറേറ്റ്. ഇതിപ്പോ ഞാൻ ട്രയൽ ബേസ് വെച്ച് കണക്കാൻ ഇതിനെ വളരെ പ്രോപ്പറായിട്ട് നോക്കാനായിട്ട് വെച്ചതാണ്. പിന്നെ അതിൽ നിന്നാണ് ഞാൻ പിന്നെ എന്ത് വരുന്നത് ചെടികൾ വലുതായിട്ട് പിടിച്ചിട്ടും പിന്നെ ഈ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്നാണ് ഒന്നുകൂടി വലുതായി കഴിഞ്ഞാല് ചെടികൾ വലുതായി കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് വയ്ക്കും. ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ക്രമേണ ഉണ്ടാക്കിയ ചെടികളാണ്. പിന്നെ ഇവരെ നമ്മുടെ സ്റ്റാഫുകളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ കുന്നോളം നമ്മളെ ടവറിനോട് കൊണ്ടുവച്ചു. ഘട്ടഘട്ടമായിട്ടുള്ള പ്രവർത്തനം. പഠിച്ചുപോയി അത് മനസ്സിലാക്കി സമയമെടുത്ത് അതിന് പരിചരണം കൊടുത്ത് അന്തരീക്ഷം ഒരുക്കിയിട്ട് കൊണ്ടുവരാണ്. മലായ സ്ഥാപനയുടമയുടെ വീട്ടിലുള്ള മനോഹരമായ അലങ്കാര സസ്യശേഖരത്തെക്കുറിച്ച് അറിഞ്ഞാണ് നഗരസഭാ അധികൃതർ സ്വച്ഛ് സർവേക്ഷൺ 2025-26 ശുചിത്വ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ സമീപിച്ചത്. ഹൃദയപൂർവ്വം പദ്ധതിയുമായി സഹകരിച്ച ഇദ്ദേഹം ജീവനക്കാരുടെ കൂടി പിന്തുണയിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് മലായ ജംഗ്ഷന് മുന്നിലായി ഗ്രീൻ സോൺ സജ്ജമാക്കി. സ്റ്റാഫിന്റെ സമ്പൂർണ്ണ പിന്തുണയിലാണ് ഗ്രീൻ ഗാർഡിന്റെ പ്രവർത്തനം. നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിന് ഇത്രയധികം എക്സ്പെൻസീവ് ആണ് എങ്കിലും സൗന്ദര്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മലായ ഗോൾഡ് ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില സാമൂഹിക രോഗികളുടെ ചില ശല്യം കാരണം ചില ചെടി നശിപ്പിക്കലും ചട്ടികൾ നശിപ്പിക്കലൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ വിപുലീകരിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് അത് നടക്കുന്നത്. കൂടുതൽ പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കുന്നംകുളം നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും കൂടുതൽ സൗന്ദര്യവൽക്കരണവും ഭംഗിയും വർദ്ധിപ്പിക്കാൻ ഞങ്ങളും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. നമ്മുടെ സിറ്റിയിലെ ഹൃദയഭാഗത്തൊരു പൂന്തോട്ടം നവീകരിക്കാൻ മലായ ഗോൾഡൻ ഡയമണ്ട്സുമായി ബന്ധപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ MD അബൂബക്കർ സാറ് എടുത്ത ഒരു തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയാണ് സ്റ്റാഫ് എന്ന നിലക്ക് ഞങ്ങളെല്ലാവരും കൊടുത്തത്. മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ വേറൊന്നും നമ്മൾ ആലോചിച്ചില്ല. സാറിന് ഗാർഡനിങ് താല്പര്യമുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ സ്റ്റാഫുകളുടെയും പിന്തുണയോട് കൂടിയിട്ട് കുന്നംകുളത്ത് ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിച്ചാൽ മലയാള സ്റ്റാഫുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അത് അത്രയും ഭംഗിയിൽ കൊണ്ടുപോകാൻ എല്ലാവരുടെ സഹകരണം ആവശ്യമുണ്ട്.
തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളാണ് പ്രധാനമായും ഇവിടെയുള്ളത്. സുരക്ഷയും പരിപാലനവും വെല്ലുവിളിയാണെങ്കിലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ലെന്നും ഇതിന് പിന്തുണ നൽകിയ നഗരസഭാധികൃതർക്ക് നന്ദി അർപ്പിക്കുന്നതായും മലായ MD അബൂബക്കർ ഹാജി വ്യക്തമാക്കി. കുന്നംകുളം നഗരസഭയുടെ ക്ലീൻ സിറ്റിയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിർദ്ദേശം വരികയും ആ നിർദ്ദേശം വരാനുള്ള കാരണം എൻ്റെ ഗാർഡനെ പറ്റിയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർ മുനിസിപ്പാലിറ്റി അധികൃതർ കാണുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് പ്രകാരം അവർ എന്നോട് റിക്വസ്റ്റ് നടത്തി നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ഗാർഡൻ ഫിക്സ് ആക്കാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നമ്മളുടെ സ്റ്റാഫിനായിട്ട് ഞാൻ കൂടി ആലോചിച്ചു, മലയാ ഗോൾഡിൻ്റെ സ്റ്റാഫിനായിട്ട് ആലോചിച്ചു. അപ്പോൾ അവരെ കൂടി നിർദ്ദേശപരം അവിടുന്ന് കുറച്ച് ചെടികൾ ഇവിടെ എടുത്തു കൊടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമാണ്. ആ ഒരു ഗാർഡനിൽ നിന്ന് കുറച്ച് ചെടികളും കാര്യങ്ങളും എടുത്ത് ഇവിടെ കൊടുന്ന് വെക്കാൻ കാരണം ഏകദേശം 100-ൽ പരം ചെടികൾ ആ സമയത്ത് കൊടുന്ന് വെക്കേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങളും ഇതിന്റെ സപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയ കുന്നംകുളം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സൗമ്യ അനിൽ, വൈസ് ചെയർമാൻ ജയപ്രകാശ്, സെക്രട്ടറി മനോജ്, CCM രഞ്ജിത്ത് സാറ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഇതിങ്ങനെ സെറ്റ് ചെയ്യാനും പിടിക്കാനൊക്കെ ആയിട്ടും അവരോടൊക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണ്. അല്പം കൂടി ഈ ഗാർഡൻ വിപുലീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയിൽ എക്കാലവും മലായ നിലനിൽക്കുമെന്നതിന്റെ മറ്റൊരു സാക്ഷ്യം കൂടിയാവുകയാണ് നഗരത്തിന് നറുമണം പകരുന്ന ഈ മനോഹര പൂന്തോട്ടം. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നഴ്സുമാർക്കായി സ്നേഹാദരം സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ നഴ്സുമാർക്കൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചായിരുന്നു ആഘോഷം. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ സിസ്റ്റർ അൽഫോൻസ, സിസ്റ്റർ ദീപ എന്നിവരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ചു. സേവാഭാരതി ജനറൽ സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, പ്രവർത്തകരായ സനൽ കാണിപ്പയ്യൂർ, സുരേഷ് പനങ്ങായി, പ്രശാന്ത് ചിറ്റഞ്ഞൂർ, അശോകൻ, സിസ്റ്റർ രാഗി, സജീവൻ, സന്ധ്യ സജീവ്, നന്ദൻ, തിരുത്തിക്കാട് എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,390 രൂപ, സ്വർണം പവന് 1,23,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 320 രൂപ. ചരമം കോട്ടപ്പടി മേലിട്ട് ലോനമകൻ കൊച്ചപ്പൻ നിര്യാതനായി. 104 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4:30 കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ത്രേസ്യക്കുട്ടി, ബേബി, ജോസഫ്, വത്സല, തങ്കമ്മ, സിസ്റ്റർ ഹിമാറൂസ്, FCC, മാഗി എന്നിവർ മക്കളാണ്. മറ്റം ഇമ്മട്ടി തോമയുടെ മകൻ ജോൺസൺ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഡെയ്സിയാണ് ഭാര്യ, ഡെൻസൺ മകനാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കടങ്ങോട് തെരുവുനായകളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് തെരുവുനായ ശല്യം ഒഴിവാക്കുവാൻ ഷെൽട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡുമെമ്പറുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നത്. അധികൃതരുടെ അനാസ്ഥ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അരിയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്ക് അപകട ഭീഷണിയിൽ. 12-ാം വാർഡിൽ ശ്രീകൃഷ്ണ കോളേജ് റോഡിൽ ഹരികന്യക അംഗൻവാടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം അപകടാവസ്ഥയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.